ഞാനിപ്പോൾ ഇരിക്കുന്നതേ അടുത്തുള്ളൊരു പ്രദേശത്താണ്, ഒരു ഡാമിൻ്റെ അടുത്താണ്. അതിമനോഹരമായി ക്രമീകരിച്ചിട്ടിരിക്കുന്ന, ഒത്തിരി പണം ചിലവാക്കി ഗവൺമെൻറ് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം സന്ദർശിക്കാനും ഇവിടെ നടക്കാനും ഇവിടുത്തെ സൗന്ദര്യം കാണാനും ഒത്തിരി പേർ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ദൂരദേശത്ത് നിന്ന് പോലും കേട്ടറിഞ്ഞ് ഒത്തിരി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത, അത് നിങ്ങളിലേക്ക് കൈമാറാനാണ്. ഈ പ്രദേശം ഇപ്പോൾ മനോഹരമായിട്ട് കിടക്കണേ, എന്നാൽ ഈ സ്ഥലത്തിന് പഴയൊരു കഥയുണ്ടായിരുന്നു. ആകെ കാട് പിടിച്ച് കിടക്കുന്ന, പൊളിഞ്ഞു കിടക്കുന്ന, ആർക്കും വേണ്ടാത്ത, ഒരാൾ പോലും വരാത്ത ഒരു സമയം ഈ സ്ഥലത്തിന്, ഈ ഡാമിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഡാമിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു. കാണാൻ ഒത്തിരി പേരുകൾ വരുന്നുണ്ട്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നറിയോ? നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളപ്പോൾ, പണം ഉള്ളപ്പോൾ, സ്ഥാനമാനം ഉള്ളപ്പോൾ, പ്രശസ്തി ഉള്ളപ്പോൾ, വിദ്യാഭ്യാസം ഉള്ളപ്പോൾ, കാണാൻ സൗന്ദര്യം ഉള്ളപ്പോൾ ഒത്തിരി പേര് നമ്മളെ തേടി വരും, നമ്മുടെ അടുത്ത് വരും, നമ്മെ ചേർത്ത് പിടിക്കും. എന്നാൽ ഒന്നുമില്ലാത്തപ്പോൾ ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ല. സത്യമല്ലേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയല്ലേ? ഈ ഡാമിനെ പോലെ സൗന്ദര്യം വന്നപ്പോൾ ഒത്തിരി പേർ വന്നു, എന്നാൽ സൗന്ദര്യം ഇല്ലാത്തപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ കുറവുകൾ അറിഞ്ഞിട്ടും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്നറിഞ്ഞിട്ടും, നാം ബലഹീനരാണെന്നറിഞ്ഞിട്ടും, ഒരു പടി കൂടെ കയറ്റി പറഞ്ഞാൽ നാം പാപികളാണെന്നറിഞ്ഞിട്ടും നമ്മെ തേടി വന്ന ഒരുവനുണ്ട്, നമ്മെ സ്നേഹിച്ച ഒരുവനുണ്ട്. അതാണ് നസ്രായനായ യേശു കർത്താവ്. ആ യേശു കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ അതായിരിക്കും കേട്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അമേൻ.